പ്രദേശത്താണ്. ഇവിടെ ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവർ ബെന്നി ബെഹനാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ എത്തുമല്ലേ സ്ഥാനാർത്ഥി? ഓക്കെ, ഒന്ന് ഇപ്പുറത്തോട്ട് വരാമെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരല്ല, ഇതൊരു കോൺഗ്രസിൻ്റെ വളരെ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കാർക്ക് സംശയമില്ല, ബെന്നി ബെഹനാൻ തന്നെ വീണ്ടും പാർലമെൻറ്റിലേക്ക് പോകും എന്നതാണ് UDF പ്രവർത്തകരൊക്കെ പറയുന്നത്. ഈ ആന വരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ചേട്ടാ? ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഉണ്ടോ? ചേട്ടന്റെ വീടിന്റെ പറമ്പിന്റെ അടുത്താണ് വരാറുണ്ടോ ആന? അടുത്തല്ല, ഈ ഭാഗങ്ങളിലൊക്കെയാണ്. ഈ ഭാഗങ്ങളിലാണ് വരാറുള്ളത് ആന. കാട്ടുപന്നി ശല്യം ഉണ്ടല്ലേ? കാട്ടുപന്നിയുടെ ശല്യം വരുന്നുണ്ട്. ആണല്ലേ? ഈ ബെന്നി ബെഹനാൻ MP ഒക്കെ പാർലമെന്റിൽ പോയിട്ട് ഈ വന്യജീവികളുടെ നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് CPM പറയുന്നു, അല്ലെ അതിനുവേണ്ടി ശബ്ദിച്ചിട്ടില്ല എന്ന് പറയുന്നു, ശരിയാണോ? അതായത് നമ്മൾ ഇപ്പോഴത്തെ ഒരു നിയമ പ്രശ്നമല്ലല്ലോ, 1975 ഉണ്ടായ ഒരു വന നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതിന് സത്യത്തിൽ ഭരിക്കുന്ന പാർട്ടികളാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ നിയമനിർമ്മാണം നടത്തേണ്ടത്. പക്ഷെ അതിവിടെ നടത്തുന്നില്ല. ഇവിടെ ലോകായുക്തം മരവിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ സർവകലാശാലയുടെ ഭരണം കളയുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള നിരവധി ഓർഡിനൻസുകൾ സംസ്ഥാന സർക്കാർ ഇറക്കുന്നു, നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്നു. പക്ഷെ നേരെ മറിച്ചിട്ട് ജനങ്ങളുടെ ജീവൻ ദിവസം ഒരു ആൾ വീതം മരിക്കുന്ന സ്ഥിതിയിലേക്ക് ഇപ്പൊ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തില്. 10 ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളതല്ല, ഈ നിയമം നിർമ്മാണം നടത്തി ഒരു ഓർഡിനൻസ് ഇതിനു വേണ്ടിയിട്ട് ഇറക്കിയ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്തെങ്കിലും ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമ ഭേദഗതി ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഈ ഗവൺമെന്റ് ആത്മാർത്ഥമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതൊരു കോൺഗ്രസിന്റെ സജീവമായ മേഖലയാണെന്ന് തോന്നുന്നല്ലോ ഈ പ്രദേശം, അല്ലേ? അതല്ലേ, വളരെ സജീവമായ മേഖലയാ അല്ലേ? കോൺഗ്രസ്സുകാരുടെ ഒരു കടുത്ത ഒരു കോട്ടയാണെന്ന് പറയാം. ഉറപ്പായിട്ടും പഞ്ചായത്ത് സ്ഥിരം കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയാണ് അല്ലേ? ആണല്ലേ? നിങ്ങൾ ബെന്നി ബെഹനാനോടൊപ്പം എത്ര സമയം വരെ ഉണ്ടാവും പ്രചരണത്തിന്? ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാവും. 10 മണി വരെ ഉണ്ടാവും. 10 മണി വരെ ഉണ്ടാവും അല്ലേ? ഓ, അത് ശരി. അപ്പൊ പൂർണ്ണമായിട്ടും മനസ്സും ശരീരവും ഒക്കെ അർപ്പിച്ചുള്ള ഒരു പ്രയത്നമാണ്. ബെന്നി ചേട്ടൻ പ്രവർത്തനത്തിന് മാത്രമല്ല, എന്തൊരു ആവശ്യം, ഒരു സാധാരണക്കാരന്റെ വീട്ടിലോ വലിയവനോ ചെറിയവനോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും കോടനാടിന്റെ മണ്ണിൽ ഓടിയെത്തിയിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. അപ്പം വന്യമൃഗങ്ങളുടെ ഇതിനു വേണ്ടി പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ സമരങ്ങൾക്ക് അദ്ദേഹം ഇവിടെ നേരിട്ട് വന്ന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 75 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് അഭയാരണ്യം എന്ന് പറഞ്ഞ വനമേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ചിൽഡ്രൻസ് പാർക്ക്, സ്കൂളിന് 25 ലക്ഷത്തിന്റെ കെട്ടിടം പണിയാനുള്ള തുക, പിന്നെ ഞങ്ങളുടെ വാർദ്ധക്യ വൃദ്ധന്മാരെ കൂടി ഉദ്ധരിക്കത്തക്ക വൃദ്ധനൊന്നുമല്ല, ചുമ്മാ വെറുതെ സ്വയം ചെറുപ്പക്കാരനാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ആയുർവേദ ഡൈയൊക്കെ ചെയ്ത് വാർത്തയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ആയുർവേദ സംഭവം ശരിയല്ലേ? നമസ്കാരം. രണ്ട് ടേം പ്രസിഡന്റുമായിരുന്നു. എന്താ സാർ അങ്ങനെ പേര്? ആണല്ലേ? ഞാനിപ്പോൾ ചോദിക്കായിരുന്നു, കോൺഗ്രസ്സുകാർ കുറേ കഴിയുമ്പോഴേ BJP-യിലേക്ക് പോകാൻ ശ്രമിക്കുമെന്നൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള പ്രചരണമുണ്ട്. ഇപ്പോൾ ചേട്ടൻ ഇത്രയും 30-35 വർഷം ഉണ്ടായിരുന്നല്ലോ, എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പാർട്ടി മാറണമെന്ന്? പാർട്ടി മാറണമെന്ന് ആലോചിച്ചിട്ടില്ല. അല്ല, പാർട്ടി വേണ്ടത്ര പരിഗണന പാർട്ടി വേണ്ടത്ര പരിഗണന തന്നിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല ഇല്ലേ? അപ്പൊ അതിൽ സംതൃപ്തനാണ്. അംഗീകാരം കിട്ടിയപ്പോ അത് രാഷ്ട്രീയ കുറെ എപ്പോഴും ഇങ്ങനെ നിലനിൽക്കില്ലല്ലോ. അത് കുറച്ച് കഴിയുമ്പോ എനിക്കാണെങ്കിലും ആർക്കാണെങ്കിലും അപ്പൊ അവൻ നോക്കുമ്പോ അടുത്ത ആരെങ്കിലും വിളിക്കുന്ന പാർട്ടിയിലേക്ക് പോകുന്നു, അവിടെ അധികാരത്തിന് വേണ്ടി മാത്രം പോകുന്നു. അതെ, അധികാരത്തിന് വേണ്ടി അല്ലാതെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടല്ലോ, കോൺഗ്രസ്സുകാരിൽ തന്നെ അധികാരത്തിന് വേണ്ടി അല്ലാതെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരുടെ മേഖലയിലാണ്. ബെന്നി ചേട്ടൻ വന്നു, നമുക്ക് ബെന്നി ബെഹനാനെ കാണാം. നമസ്കാരം. ബെന്നി ബെഹനാൻ തന്നെയാണോ? ആണ്. ബെന്നി ബെഹനാൻ അല്ലേ? ഓക്കെ. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു മേഖലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി ബെന്നി ബെഹനാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ബെന്നി ബെഹനാനുമായിട്ടൊന്ന് സംസാരിക്കണം.